Is not a shame for us, this country. Sir, please come to Kerala. They talked about Kerala. Rijuji, you talked so much about Kerala. Come to Kerala. During the recent festival, Attikal Pongala, the devotees of Muslim, devotees of Christianity, they lined up, served refreshments for the Hindu pilgrims. That is the culture of Kerala, sir. That is the culture of Kerala, sir. See, at a stroke, they have made it a non-Muslim administrative body. Non-Muslim. If you take 23 members of the Waqf Council, even 13 members can be non-Muslims. I will prove to you. Let me tell you, Rijuji, what was the intention. Supreme Court was very clear that the board of a particular religion need to be protected. Only the members of that religion need to govern that board. These people with this piece of legislation want to alienate Muslims from Waqf board. They talk that Waqf board has so much of property. No, sir, Rijuji, you don't know even the ABCD of Waqf. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സർ, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാധനയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട. മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരു ആരാധനയും മറക്കേണ്ടി വരില്ല. ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല. ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ